വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. അതിൽ കേസ് 1 നമ്മൾ ചെയ്തു. നമുക്ക് കേസ് 2ഉം കേസ് 3യും ചെയ്യാനുണ്ട്. കേസ് 2 ആണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേസ് 2 ഓക്കെ, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 4b, ദാറ്റ് ഈസ് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് 0 ആവുന്ന കേസ്. 0 എ സ്ക്വയർ മൈനസ് 4b 0 വരുന്ന കേസ്. അപ്പോൾ നമുക്കറിയാം എന്തായിരുന്നു, നമുക്ക് അവിടെ ലാംഡയുടെ വില കിട്ടിയത് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം വരിക -a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b/2 ആണ്. അപ്പോൾ ഇത് ഫുള്ള് 0 ആയിപ്പോവും. ഇത് ഫുള്ള് 0 ആയിപ്പോയാൽ പിന്നെ കിട്ടുക ലാംഡ ഈക്വൽ ടു -a/2 എന്നാണ് കിട്ടുക. -a/2 റിപ്പീറ്റഡ് ഇങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്ക്, ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ലാംഡ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇതിൻ്റെ ആൻസർ എന്താ? ലാംഡ ഈക്വൽ ടു -2, -2. രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ രണ്ട് സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് ഒരേ സാധനമാണ്. -2 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. -2, -2 ആണ്. ലാംഡ പ്ലസ് 2 ഇതിനെന്താ വരിക? ഇതിന് മുന്നേ ലാംഡ പ്ലസ് 2 ഇൻറ്റു ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു -2, ലാംഡ ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ -2 2 ടൈംസ് വരും. അപ്പോൾ അതേപോലെ ഇവിടെ -a/2 റിപ്പീറ്റഡ്. നമുക്ക് ഇവിടെ a എത്ര? 4 -4/2 റിപ്പീറ്റഡ് ആയിട്ട് വരും. -4/2 പറഞ്ഞാൽ എത്ര? -2 ഉണ്ടോ? -2 കിട്ടി. -2. അപ്പോൾ നോക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ y1 എന്താ വരിക? e റേസ് ടു ലാംഡ എക്സ്, ദാറ്റ് ഈസ് e റേസ് ടു -a/2x. ഇത് ഒരു സൊല്യൂഷനാണ്. വൺ സൊല്യൂഷൻ കിട്ടി. ഒരു സൊല്യൂഷൻ കിട്ടി. പക്ഷേ നമുക്ക് രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടെത്തണം. രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കിട്ടിയാലാണല്ലോ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കിട്ടിയാലേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? അപ്പോഴേ അതൊരു ബേസിസ് ഫോം ചെയ്യുള്ളൂ. അപ്പോഴേ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടുള്ളൂ. C1 × ഫസ്റ്റ് 1 + C2 × സെക്കൻഡ് 1 എന്നൊക്കെയുള്ള രീതിയിൽ ജനറൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കിട്ടണം. ഒരു സൊല്യൂഷനെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വി ഫൈൻഡ് y2 by method of variation of parameters ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ കാണും. അതെങ്ങനെ കാണുമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണിത്. y2 = uy1. നമ്മൾ ഇതിന് മുന്നേ ഒരു മെത്തേഡ് എവിടെ ഒരു സൊല്യൂഷൻ തന്നാൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ തന്നാൽ രണ്ടാമത്തെ സൊല്യൂഷൻ കാണാനുള്ളൊരു മെത്തേഡ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ഓർക്കുക ഒന്നുകൂടി റീകോൾ ചെയ്യുക. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? y2 = uy1 എന്ന് എഴുതിയിട്ട് യുവിൻ്റെ വില കണ്ടെത്തി. അതേപോലെ ഇവിടെ ഞാൻ y2 = uy1 ചെയ്യുന്നു. ദാറ്റ് ഈസ് u ഇൻറ്റു y1 എന്താ? e റേസ് ടു -a/2x. ഓക്കെ, ഇനി ഞാൻ ഈ ഇക്വേഷനിൽ കൊടുക്കണം. നമ്മളെ ഇക്വേഷൻ എന്താ? y ഡബിൾ ഡാഷ് പ്ലസ് ay' പ്ലസ് dy ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് y2 ഡാഷ് കാണണം ആദ്യം. y2 ഡാഷ് വരിക u ഇൻറ്റു e റേസ് ടു -a/2x ഇൻറ്റു -a/2. ഓക്കെ, പ്ലസ് e റേസ് ടു -a/2x ഇൻറ്റു u ഡാഷ്. y2 ഡബിൾ ഡാഷ് വരുമ്പോൾ y2 ഡബിൾ ഡാഷ് വരിക -a/2 പുറത്തുണ്ടാവും. -a/2 പുറത്തുണ്ടാവും. ഓക്കെ, അതിനു മുന്നേ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് ഒന്നായിട്ട് നമുക്ക് ചെയ്യാം. y2 = എന്താ? uy1 is equal to u into e raised to lambda x is equal to u into e raised to -a/2x. ഇവിടെ കട്ടെ. ഇനി y2 is equal to എന്താ? u e raised to lambda x എന്ന് എഴുതാം ആദ്യം. y2 ഡാഷ് എന്താ വരിക? y2 ഡാഷ് വരിക u into e raised to lambda x into lambda പ്ലസ് e raised to lambda x into u ഡാഷ്. y2 ഡബിൾ ഡാഷ് എന്താ വരിക? u into
ലാംഡ പുറത്തുണ്ട്. ലാംഡ ഇൻറ്റു യു ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ പ്ലസ് ലാംഡ പുറത്തെടുത്താൽ യു ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു യു ഡാഷ് പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു യു ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ. സോ therefore y2 double dash plus a y2 dash plus b y2 is equal to 0 implies നമുക്കറിയാം y2 ഒരു സൊല്യൂഷൻ ആണെങ്കിൽ y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0യിൽ വൈക്ക് പകരം y2 കൊടുത്താൽ 0 കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. y2 ഡബിൾ ഡാഷ് പ്ലസ് എ y2 ഡാഷ് പ്ലസ് ബി y2 0 കിട്ടും. ഓക്കെ, കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ യുവിൻ്റെ വില എന്ത്, അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് 0 കിട്ടുമ്പോൾ യുടെ വില എന്ത്, ഇത് 0 കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ, y2 ഒരു സൊല്യൂഷൻ ആവുമ്പോൾ ആകുമ്പോഴാണ് ഇത് 0 കിട്ടുക. സോ y2 ഒരു സൊല്യൂഷൻ ആകുമ്പോൾ ഇത് 0 കിട്ടും. 0 കിട്ടുമ്പോൾ യുവിൻ്റെ വില എന്ത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ y2 ഡബിൾ ഡാഷ് ഒന്നുകൂടി മാറ്റി എഴുതി. എന്താ y2 ഡബിൾ ഡാഷ് ഉള്ളത്, ലാംഡ യു ഇ റേസ് ലാംഡ എക്സ്, ലാംഡ സ്ക്വയർ യു ഇ റേസ് ലാംഡ എക്സ് ഉണ്ട്. ലാംഡ സ്ക്വയർ യു ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ലാംഡ യു ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ്, ലാംഡ യു ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ്. വീണ്ടും ഇവിടെയുണ്ട് ലാംഡ യു ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ്. അപ്പോൾ 2 ടൈംസ് ലാംഡ യു ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ്. ഇവിടെ ഉണ്ട് ലാംഡ യു ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ്, ഇവിടെയുണ്ട് ലാംഡ യു ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ്. പിന്നെ യു ഡബിൾ ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ്. ഇത്രയാണ് y2 ഡബിൾ ഡാഷ് ഉള്ളത്. y2 ഡബിൾ ഡാഷ് പ്ലസ് എ y2 ഡാഷ്, എ ഇൻറ്റു y2 ഡാഷ് എന്താ, ലാംഡ യു ഇ റേസ് ടു ലാംഡ എക്സ്, ലാംഡ യു ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു യു ഡാഷ് പ്ലസ് ബി y2 എന്ന് പറഞ്ഞാൽ യു ഇ റേസ് ടു ലാംഡ എക്സ് is equal to 0, which implies യു ഡബിൾ ഡാഷിനെ ഞാൻ ഒരുമിച്ച് എഴുതി. യു ഡബിൾ ഡാഷിൻ്റെ കൂടെയുള്ള ആളെ യു ഡബിൾ ഡാഷ് ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് യു ഡാഷ് ഇൻറ്റു എന്തൊക്കെ ഉണ്ട്, ചോദിച്ചാൽ ഇവിടെ 2 ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ്, 2 ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ്, ഇത് പോയി 2 ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് യു ഡാഷിൻ്റെ കൂടെ. പിന്നെ യു ഡാഷിൻ്റെ കൂടെ ഉള്ളത് ഇതാ എ ഇ റേസ് ടു ലാംഡ എക്സ്, അതുണ്ട് യു ഡാഷിൻ്റെ കൂടെ. അത്രേ ഉള്ളൂ യു ഡാഷിൻ്റെ കൂടെ. ഇനി യുവിൻ്റെ കൂടെ പ്ലസ് യുവിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ട്, ലാംഡ സ്ക്വയർ ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് എ ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് പ്ലസ് ബി ഇ റേസ് ടു ലാംഡ എക്സ് is equal to 0, which implies throughout e raised to lambda x പുറത്തെടുത്താൽ u ഡബിൾ ഡാഷ് പ്ലസ് പിന്നെ u ഡാഷ് ഇൻറ്റു 2 ലാംഡ പ്ലസ് എ, 2 ലാംഡ പ്ലസ് എ പ്ലസ് യു ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഇവിടെ ഇ റേസ് ലാംഡ എക്സ് പുറത്തെടുത്തപ്പോൾ യു ഡബിൾ ഡാഷ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്, 2 ലാംഡ പ്ലസ് എ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഇ റേസ് ലാംഡ എക്സ് ത്രൂ ഔട്ട് പുറത്തെടുത്താൽ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഉണ്ട്. ഇനി ഇതെന്താ സാധനം, ഇത് 0 ആണ്. ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി എന്ന് പറഞ്ഞത് എന്താ, ഓക്സിലറി ഇക്വേഷൻ ആണ്. ഓക്കെ, അത് 0 ആണല്ലോ. ലാംഡ നമ്മളെ സൊല്യൂഷൻ ആയത്, ലാംഡ ഓക്സിലറി ഇക്വേഷൻ സൊല്യൂഷൻ ആയതുകൊണ്ട് ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി 0 ആണ്. അപ്പോൾ ഇത് ഫുള്ള് പോയി, ഇത് 0 ഫോള് പോയി. ഇനി നോക്ക്, ലാംഡൻ്റെ വില എന്താ, -a/2 അല്ലേ, ലാംഡ -a/2 അല്ലേ. ലാംഡ -a/2 ആണെങ്കിൽ 2 ലാംഡ എന്താ വരിക,
2 ലാംഡ മൈനസ് എ വരും, 2 ലാംഡ പ്ലസ് എ എന്താ വരിക, 0 വരും. അപ്പോൾ ഈ 2 ലാംഡ പ്ലസ് എ എന്താ, ഇതും 0 ആണ്. പിന്നെ അവ ഇതും പോയി. ഇനി എന്താ ബാക്കിയുള്ളത്, ഇനി ആകെ ബാക്കി എന്തേ ഉള്ളൂ, വിച്ച് ഇംപ്ലൈസ് e raised to lambda x into u double dash, e raised to lambda x into u double dash is equal to 0. നേരത്തെ പറഞ്ഞ പോലെ e raised to lambda x ഒരിക്കലും 0 ആവില്ല, u double dash equal to 0, കാരണം e raised to lambda x never 0. e raised to lambda x ഒരിക്കലും 0 ആവില്ല, അതുകൊണ്ട് u double dash 0. u double dash 0 എന്ന് പറഞ്ഞാൽ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ u dash ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് വരും. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ u ഈക്വൽ ടു എ എക്സ് പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് അല്ലേ. എഫ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നാണ് അതിൻ്റെ അർത്ഥം. വേണമെങ്കിൽ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്ക്, എഫ് ഡാഷ് എക്സ് എന്താ വരിക, എഫ് ഡാഷ് എക്സ് എ ഇൻറ്റു എക്സ്, എ ഇൻറ്റു 1 എ പ്ലസ് 0 എന്ന് വരും, എ എന്ന് കിട്ടും. എഫ് ഡബിൾ ഡാഷ് എ എക്സ് എന്ത് വരും, അതിൻ്റെ ഡെറിവേറ്റീവ് 0യും വരും. അതന്നെ ഇത് തിരിച്ച് ചെയ്തതാണ്. യു ഡബിൾ ഡാഷ് 0 ആണെങ്കിൽ യു ഡാഷ് എന്താ വരിക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. യു ഡബിൾ ഡാഷിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു ഡാഷ് ആവും, 0ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, കോൺസ്റ്റൻറ്റ് വരും. കോൺസ്റ്റൻറ്റ് അല്ല, ഇൻ്റഗ്രൽ 0 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് എന്ന് വരും. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ 0, അപ്പോൾ കോൺസ്റ്റൻറ്റ് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു കിട്ടും. ഇൻ്റഗ്രൽ എ എന്താ, എ എക്സ് പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ്, നമുക്ക് ബി എന്ന് വിളിക്കുക, എ എക്സ് പ്ലസ് ബി. പുട്ട് എ ഈക്വൽ ടു ബി ഈക്വൽ ടു 1, എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0. നമുക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റൻറ്റ് കൊടുക്കല്ലോ. അങ്ങനെയാണെങ്കിൽ യു ഈക്വൽ ടു എന്തെന്ന് കിട്ടും, യു ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ദെയർഫോർ അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നമുക്കൊരു സെക്ഷൻ വരാനുണ്ട്, ഓയിലർ കോഷി ഇക്വേഷൻ. അവിടെയും നമുക്ക് ഇതേപോലെ 3 കേസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ കേസ് ഇതേപോലെ ഡിസ്ക്രിമിനൻ്റ് 0 വരുന്ന കേസാണ്. അവിടെ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ എക്സസൈസ് തരും, എന്ത് ഇതേപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ടെത്തും, രണ്ടാമത്തെ സൊല്യൂഷൻ ഇതേപോലെ y2 ഈക്വൽ ടു uy1 ഇട്ടിട്ട് ചെയ്തിട്ട് നിങ്ങൾ ലാസ്റ്റ് ലോഗ് എക്സ് ഈ യു ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് അവിടെ കിട്ടും. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് യു ഈക്വൽ ടു എക്സ് എന്നാണ്. അതുകൊണ്ട് y2 ഈക്വൽ ടു uy1 ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. യു എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ദെയർഫോർ y1 ബൈ y2 ഈസ് ഈക്വൽ ടു എന്താ വരിക, ഇ റേസ് ടു ലാംഡ എക്സ് ബൈ എക്സ് ഇ റേസ് ടു ലാംഡ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ്, നോട്ട് എ കോൺസ്റ്റൻറ്റ്. Therefore y1 y2 form a basis. Therefore y is equal to c1 e raised to lambda x plus c2 x e raised to lambda x. രണ്ടിലും e raised to lambda x ഉള്ളത് കൊണ്ട് അല്ലേ, x e raised to lambda x ആണ് എന്ത്, y2, c1 y1 plus c2 y2, ഇതുകൊണ്ട് y2 ഇത് y2 ഇത് y1, c1 y1 plus c2 y2. രണ്ടിൽ ഇ റേസ് ടു ലാംഡ എക്സ് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇ റേസ് ടു ലാംഡ എക്സ് ഇൻറ്റു c1 പ്ലസ് c2x. ഇതാണ് നമ്മുടെ ആൻസർ. y ഈക്വൽ ടു c1 പ്ലസ് c2x ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. നമുക്ക് ഇങ്ങനെ പറയാം, y ഈസ് ഈക്വൽ ടു ആദ്യം ഇത് പറയാം, അതാണ് ജനറൽ ആയിട്ട് പറയില്ലേ, c1 പ്ലസ് c2x ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. ഇതാണ് രണ്ടാമത്തെ കേസിൽ നമ്മളെ ഡിസ്ക്രിമിനൻ്റ് 0 വരുമ്പോൾ നമ്മളെ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുക. ഒരു എക്സാമ്പിൾ y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ക്ലിയർലി ഇവിടെ എന്താ വരിക, നമ്മളെ ഓക്സിലറി ഇക്വേഷൻ എന്താ വരിക, ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ പ്ലസ് 4 is equal to 0. Clearly a4 b4, so a lambda plus b, lambda square plus 4 lambda plus 4 equal to 0. So which is lambda plus 2 whole square equal to 0 ആണിത്. അപ്പോൾ ഇത് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റണം. ഇനി അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac, 4 into 1 into 4, 4 into 1 into 4 by 2 എന്നൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ 4 സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ ഇത് ഫുള്ള് 0 ആയി പോകും. -4/2 എന്ന് കിട്ടും, അപ്പോൾ -2 എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഇത് ലാംഡ പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണ് ഈ സാധനം എന്ന് മനസ്സിലാക്കുക. വിച്ച് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു -2 റിപ്പീറ്റഡ്. Therefore answer is y equal to c1 plus c2x into e raised to lambda എന്താ -2x. ഇതാണ് ആൻസർ.
ഇനി വേറൊരു ആൻസർ ഓർ വേറൊരു ക്വസ്റ്റ്യൻ വൈ ഡബിൾ ഡാഷ് വേറൊരു ക്വസ്റ്റ്യൻ വൈ ഡബിൾ ഡാഷ് പ്ലസ് 8y ഡാഷ് പ്ലസ് 16y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താ വരിക ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ പ്ലസ് 16 ഈക്വൽ ടു 0. ദിസ് ഈസ് ലാംഡ പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. So lambda equal to -4 repeated. Therefore answer is y equal to c1 plus c2x into e raised to -4x. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്ക്രിമിനൻ്റ് 0 വരുന്ന സെക്കൻഡ് കേസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ തേർഡ് കേസ് ഞാൻ അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.